അനീഷും വീട്ടുകാരും കൂടെ അടിയോടടിയാണ്. കിച്ചണിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ ബിൻസി മാത്രം അനീഷിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. വീട്ടുകാർ മൊത്തം എഗെയിൻസ്റ്റ് ആയി അടുക്കള പ്രശ്നത്തില്. അതുപോലെ തന്നെ നാളെ ആരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ട് ആവാൻ പോകുന്നത്? നമുക്ക് ഒന്ന് രണ്ട് സാധ്യതകളും പറയാം. രേണു ആണോ, അനീഷാണോ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നമുക്ക് നോക്കാം. ലൈവില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥ പറച്ചിലാണ്. അപ്പോൾ വൈകുന്നേരം 5:45 മുതൽ 8 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ഓക്കെ ഫൈൻ. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുന്നു. ഇതെല്ലാം പുതിയ ടീമിനെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ആദിലയും നൂറയും കൂടി ഇരുന്ന് ഈ പറയുന്ന പോലെ അവർ സംസാരിക്കുകയാണ്. ബിന്നി മനഃപൂർവ്വം ചെയ്തതാണോ, ബിന്നി മനഃപൂർവ്വം പെർഫോം ചെയ്യാത്തയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബിന്നി മറുവശത്ത് അക്ബറിനും അപ്പാനിക്കും എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു, ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലെ നൂറെ വന്ന് നേരിട്ട് ബിന്നിയെടുത്ത് ചോദിക്കുകയാണ്, നീ എന്താണ് അങ്ങനെ പറഞ്ഞപ്പം അവർ തമ്മിലുള്ള ഒരു വിഷയം സംസാരമാവുന്നു. ദെൻ നെവിൻ അടുക്കളയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്ന എന്തായാലും ലാലേട്ടൻ വന്ന് ചോദിക്കും. ബിക്കോസ് ആദ്യത്തെ ആഴ്ച മോഷ്ടിച്ചത് വലിയ വിഷയമായില്ല, കളി തമാശയായിട്ട് എടുത്തു. ഇതിപ്പോ സ്ഥിരം 3 നേരവും മോഷണമാണ്. തക്കാളി, ആപ്പിള് മുഴുവൻ നേരവും മോഷ്ടിക്കും. എന്നിട്ട് ഷാനവാസ് പോയി ചോദിക്കുമ്പോൾ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നത് വിഷയമാവാനൊരു സാധ്യതയുണ്ട്. നെവിൻ്റെ പോയി ചോദിക്കുന്നുണ്ട്. ജിസേല് പറയുന്നുമുണ്ട്, എന്താ ഒരാളെ നിന്നെ പറ്റി ഇതുപോലെ 2 വിക്ടിംസ് ഉണ്ട്, 2 വിറ്റ്നസ് ഉണ്ട് നിന്നെ കണ്ടതിന്. അപ്പൊ അതുകൊണ്ട് നീ എന്തായാലും മര്യാദയ്ക്ക് പറ, നീ ഇവിടെ നിന്ന് എന്ത് സാധനങ്ങളൊക്കെയാണ് എടുത്തോണ്ട് പോയെന്ന് കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉടനെ നെവിൻ, അനീഷല്ലേ പറഞ്ഞത്? അയാൾ അതും പറയാം. അനീഷ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ എന്നെ വലിച്ചിടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഒരു പ്രധാന വഴക്ക്. ചോറ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി വന്ന ചോറ് ജിസേല് കളയാനെന്തോ എടുത്തപ്പോഴത്തേക്കും ഷാനവാസ് ഇത് കണ്ടു. അപ്പൊ ഇതെന്തിനാ ജിസേൽ അടിക്കുന്നത്? അത് കളയാൻ ആര് പറഞ്ഞു? അനീഷ് പറഞ്ഞു. ഇതേ അനീഷാണ് ഉച്ചയ്ക്ക് ചോറ് എല്ലാവർക്കും കൂടെ വിളമ്പിക്കൊണ്ടിരുന്നിട്ട് കുറച്ച് ഞാൻ 2 പിടിയേ ഇട്ട് തരുള്ളൂ, ഇത് കഴിച്ച് തീർന്നിട്ടേ തരുള്ളൂ, ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ അനീഷ് ഇപ്പൊ ചോറെടുത്ത് കളയാൻ പറഞ്ഞത് കേട്ടോണ്ട് ഷാനവാസ്, നീ ആരാടാ കളയാൻ പറയാൻ? എടാ നീ ആരാ കളയാൻ പറയാൻ? അക്ബറും കൂടെ അങ്ങോട്ട് വരുന്നു. ഭയങ്കര വഴക്കാവുന്നു. അപ്പാനി, മറ്റേ കലി അപ്പാനിക്കുണ്ടേ, അപ്പാനി വരുന്നു. അപ്പാനി, അനീഷ്, ഷാനവാസ്, പിന്നെ അക്ബർ, 4 പേരും കൂടെ കൂട്ടവഴക്ക്. നീ എന്തിനാണ് കളയാൻ പറഞ്ഞത്? നീ ഉച്ചയ്ക്ക് കുറെ കിടന്ന് ന്യായം അടിച്ചല്ലോ, പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ഇതിനാണോ നീ കളയാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം വഴക്ക്, അതിഭീകര വഴക്ക്. അപ്പം അനീഷ്, കിച്ചണിൽ നിന്ന് ഇറങ്ങടാ, എല്ലാം ഇറങ്ങടാ, ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണ്ട് ഒരു 50 തവണ ഇറങ്ങടാ, എല്ലാ എണ്ണം അവിടെ നിന്ന് ഇറങ്ങിപ്പോടാ അവിടെ നിന്ന്, എല്ലാ എണ്ണം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഇതിനിടെ കൂടെ സരിക എന്തോ പറയാൻ വരുന്നുണ്ട്. സരികയ്ക്ക് കിട്ടുന്നു, എല്ലാ എണ്ണം ഇറങ്ങിപ്പോ, കിച്ചൺ ക്യാപ്റ്റൻ ഞാനാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ജിസേലും ആരനും കൂടെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്നു. പുറത്ത് പോകണ്ട, ഇവിടെ കൊണ്ടുപോയി, ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണ്ടേ, എല്ലാം ഇറങ്ങിപ്പോക്കോ എല്ലാം. അങ്ങനെ അവിടെ നിന്ന് ആരും പോകുന്നില്ല. അപ്പം നിങ്ങൾ ആരും പോകുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് നേരെ പിണങ്ങി പോവാണ്. പലക്ക് വിട്ടുകൊണ്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ അനീഷ് കുറച്ച്, ഞാൻ ഇനി കുക്ക് ചെയ്യത്തില്ല. ബിൻസിയും ഷൈത്യമാണ് സംസാരിക്കുന്നത്. ബിൻസി പറഞ്ഞ കഷ്ടമാണ്, ചില സമയത്ത് അനീഷിനെ എടുത്തിട്ട് ഒരു വേട്ടമൃഗത്തെ പോലെ അറ്റാക്ക് ചെയ്യുവാണ്. കാരണം അയാൾ എന്തിനാണ് ഉച്ചയ്ക്ക് എങ്ങനെ കാണിച്ചെന്നുള്ളത് ഫുഡ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ കുറേ ഫുഡ്സൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, ചോറ് കൊണ്ട് കളയുന്നുണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇവറ്റകൾ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ എപ്പോൾ അയാൾ ചെയ്യുന്നതൊക്കെ റോങ് ആണ്, സമ്മതിക്കാം. പക്ഷെ ചില സമയത്ത് അയാളുടെ ഭാഗത്ത് ന്യായം ഉള്ളപ്പോൾ പോലും ഇവരാരും അത് കേൾക്കാതെ മനഃപൂർവ്വം അയാളെ വലിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് ഒരിടത്തും മിണ്ടാതെ ഇരിക്കുന്നേ. അരമണിക്കൂർ കഴിയുന്നു. നൂറ, ചേട്ടാ എന്തിനാ ചേട്ടാ ചോറ് കളയാൻ പറഞ്ഞേ? അപ്പോൾ ഷാനവാസ്, എടാ നീ തിരിച്ച് കിച്ചണിലേക്ക് വാ, അനീഷ് പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കൂല, നീ കിച്ചണിലോട്ട് വാ എന്ന് പറയുന്നു. അപ്പം അനീഷ്, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുക്കണ്ട്, അപ്പം നീ വാ എങ്കിൽ ഞാൻ വരാം, പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് മാപ്പ് പറയണം, അങ്ങനെയാണെങ്കിലേ ഞാൻ വരത്തുള്ളൂ, എല്ലാവരും മാപ്പ് പറയണം, എല്ലാവരും. അപ്പൊ അക്ബറെ എന്നല്ല ഷാനവാസ് വിളിക്കുന്ന എപ്പോഴും ഇങ്ങനെയാണ്, അക്ബറെ മാപ്പ് പറയണമെന്ന് പറയുന്നത് കേട്ടാ. അപ്പോഴത്തേക്കും അക്ബർ, എന്തായാലും നടക്കില്ല, അതവനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാമല്ലോ. അപ്പൊ അപ്പാനി, നീ മാപ്പ് പറയണടാ, നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും മാപ്പ് പറയണമെങ്കിൽ പബ്ലിക്കലി സരിക ചേച്ചിയെ പറഞ്ഞതിന് മാപ്പ് പറയണം. കുറച്ച് കഴിയുന്നു. ബിന്നിയും ഷാരികയും കൂടെ ഇരുന്ന് അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം തന്നെ പറഞ്ഞ് സംസാരിക്കണം. ചേച്ചി അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാൻ അന്നേരം നിങ്ങൾ ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്തതല്ല, നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ തന്നപ്പോൾ ഞാൻ ഉത്തരവാദിത്തത്തോടെ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ, പക്ഷെ അത് പറ്റിയില്ല. അപ്പം ഷാരിക ഓക്കെ പ്രശ്നം എല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കി, എനിക്ക് നിന്റെ ദേഷ്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് അതങ്ങ് കഴിയുന്നു. അതിനുശേഷമാണ് ഇന്നലത്തെ ഒരിടത്ത് ടാസ്ക്.
ആ ഒരിടത്തൊരിടത്ത് ടാസ്കിൽ ഇന്ന് നമ്മുടെ സരിക കലാഭവൻ സരിക കഥ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ അഭിശ്രീ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവില്. പിന്നെ ഒരു പ്രൊമോയും കൂടി വന്നിട്ടുണ്ട്. ജിസേലിന്റെ ലിപ്സ്റ്റിക്ക് വീണ്ടും ജിസേലിന്റെ മേക്കപ്പ് അനു പൊക്കി. അവർ തമ്മിലുള്ള വഴക്ക്. നിനക്ക് എന്നെ കുശുമ്പാണെന്ന് പറയുന്നു. രാത്രി ജിസേൽ ഉറങ്ങുന്നു. ജിസേലിന്റെ കട്ടിലിന്റെ ഡ്രോ തുറന്ന് സാധനങ്ങൾ കണ്ടെത്താനായിട്ട് അനുവും കൂട്ടരും ശ്രമിക്കുന്നു. ജിസേല് അത് കണ്ടെത്തി പിടിക്കുകയാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് തന്നെ അറിയാം. എന്തായാലും ഇന്ന് രാത്രി ഉറക്കമില്ല. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളും എപ്പിസോഡ് റിവ്യൂ പ്രൊമോ റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. ഇനി ഒരു കേസ് കൂടെ പറയാനുണ്ട്. രേണു സുധി അനീഷ് ഇവരാണോ നാളത്തെ ടാസ്കിലൂടെ പുറത്തു പോകാൻ പോകുന്നത്? നമുക്കൊരു സംശയത്തില് രേണു സുധി അനീഷിനെയും വെച്ചിരിക്കാം. അവിടെ ഇരുന്നോട്ടെ. ഇവരായിരിക്കാനാണ് സാധ്യത. ഞാൻ കാണുന്നത് ഇവരായിരിക്കാനാണ്. രേണുവും ഈ പറഞ്ഞതുപോലെ അനീഷും മിഡ് വീക്കിലൂടെ ഈ പറയുന്ന ബ്ലാക്ക് സ്പോട്ടിലേക്ക് പോകാനാണ് സാധ്യത. എവിക്ഷൻ ആയിട്ടൊന്നും നടത്തത്തൊന്നുമില്ല. രേണു ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും കേട്ടോ. രേണു ആയിരിക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരാം. അതുവരേക്കും ബൈ.